ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ടിക്ക മസാല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് പനീർ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂണ് 1.5 ടേബിൾ സ്പൂണ് തൈര് എടുക്കുക കേട്ടോ. അതിനുശേഷം ഈ തൈര് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇതിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. കണ്ട, ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ആദ്യം നമുക്കിങ്ങനെ ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ഒരു ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ എന്ത് വേണമെങ്കിലും എടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ്. ഇനി ഒരു സവോള നമുക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ കട്ട് സൺഫ്ലവർ ഓയിൽ എടുത്താൽ ടേസ്റ്റ് കുറച്ചും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വാടി വരണേ. ആ സമയത്ത് നമുക്ക് ഒരു 10-15 കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് നല്ലൊരു പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലുതാണ്, ചെറുതെങ്കിൽ 2 എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി മൂടി വെച്ചിട്ട് ആ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വരുമ്പോൾ ഇവർക്ക് കുക്ക് ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം കണ്ട തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇതെല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്യുക. 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം നമ്മൾ എരിവിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ചൂടായ ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവരണം. ഒരു പാൻ എടുക്കുക, അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പനീർ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വയ്ക്കാതെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണേ. ഒരു 4-5 മിനിറ്റ് ആകുമ്പോൾ ഇത് ഫ്രൈ ആയി കിട്ടും കേട്ടോ. കൂടുതൽ ഫ്രൈ ആക്കാൻ പാടില്ല, റബ്ബറായിട്ട് മാറിപ്പോവേ. ഫ്രൈ ആയിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കണമെന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് 1 ടീസ്പൂൺ
ബട്ടർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ വേണമെങ്കിൽ ക്യാപ്സിക്കമും സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് കുക്കായിട്ട് വരണേ. ഒന്ന് തിക്കായിട്ട് വരുമ്പോൾ നമ്മൾ പനീർ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. പനീർ ഇട്ട ശേഷം 2-3 മിനിറ്റ് കുക്കായിട്ട് വരണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കസ്തൂരി മേത്തി ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇത്രയുള്ളോട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ പാലോ ചേർത്ത് കൊടുക്കുക, കുറച്ച് ഗാർണിഷിന് വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.